മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആരാധനയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. പ്രധാനമായിട്ട് പറഞ്ഞ ആരാധനയ്ക്കൊരു വിളി വേണം, വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ആരാധന എന്നേ പറഞ്ഞു. ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ പഴയ നിയമകാലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനു മുമ്പ്, ആരാധനയ്ക്ക് മുമ്പ് ഒരു ഒരുക്കമുണ്ട്. അതാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരാധനയ്ക്ക് ഒരു ഒരുക്കമുണ്ട്. നമുക്കറിയാം, പേഴ്സണൽ വർഷിപ്പിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിലും ശരിക്കും നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങുന്നത് ഒരു രീതിയിൽ നല്ലതാണ്. ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ ആരാധന ഏത് രീതിയിലാണ് യാഗങ്ങൾ ഓരോന്നും നടത്തിയത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം ഒരുക്കമുണ്ടായിരുന്നു അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒരുങ്ങിയാണ് പോകേണ്ടത്. പഴയ നിയമത്തിലെല്ലാം അങ്ങനെയായിരുന്നു, ഒരുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. അന്നേരം അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരുങ്ങി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം അതിനുവേണ്ടി പാകപ്പെട്ടാണ് ആരാധനയ്ക്ക് പോകുന്നത്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഏലിയാവ് പോയപ്പോഴേ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കാരണം ഏലിയാവിന് വലിയ പ്രതിബന്ധങ്ങളാണ്. ആ സമയത്ത് ഏലിയാവിൻ്റെ ജീവൻ വരെ ഹാനി വരാൻ സാധ്യതയുള്ള സമയത്ത് ഏലിയാവ് ആരാധനയ്ക്കായിട്ട് കർമ്മേൽ പർവ്വതത്തിലേക്ക് കയറുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോഴേ, ഏലിയാവ് ദൈവത്തെ ആരാധിച്ചപ്പോഴേ അവിടെ തീ ഇറങ്ങി ആ യാഗം, ആ വെച്ചിരുന്ന സാധനങ്ങൾ മുഴുവൻ കത്തിച്ച് കളഞ്ഞായിട്ട് കാണുന്നു. ശരിക്കും ഇന്നും ആരാധനയിൽ തീ ഇറങ്ങണം. അതുപോലെ വിഷ്വലായിട്ടുള്ള തീ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ, ശരിയായിട്ട് നീ ആരാധനയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ ജീവിതത്തിൽ ഒരു തീ ഇറങ്ങും. ഇന്ന് പല കത്തിച്ചാമ്പലാകാനുള്ള ജീവിതത്തിലെ ചില കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യപ്പെടും. നമ്മളത് വീണ്ടും ഒരു ബൈബിളിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്യാം. എത്ര പേരെന്നെ കേൾക്കുന്നവർ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് ശനിയാഴ്ച ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഞാൻ നാളെ സഭായോഗത്തിന് പോവുകയാണ്, ഞാൻ പള്ളിയിൽ പോവുകയാണ്, എനിക്കൊരു പുതിയ മെസ്സേജ് തരണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടുകൂടി ഇടപെടണം, എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ഈ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. എത്ര പേര് അത് ചെയ്യാറുണ്ട്? ഭാരതം മുഴുവൻ നമുക്കറിയാം, ഈ കുറച്ച് കേരളത്തിലുള്ള കുറച്ച് AD 52 തൊട്ടേ ഇവിടെ ദൈവവചനം വന്നെന്നും ക്രിസ്ത്യാനികളുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും 1900 കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗ്രോത്ത് കേരളത്തിലും പ്രകടമായി കണ്ടത്. അതിന് മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും ഈ 1900 കഴിഞ്ഞിട്ട് കേരളത്തിലെ ഈ ഒരു പാർട്ടിൽ കുറച്ച് പേര് കർത്താവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് ഇതുവരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലോട്ടും കടന്നിട്ടില്ല. അതിന് പല തടസ്സങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ പല തടസ്സങ്ങൾ കാണുന്നുണ്ട്. പല രീതിയിലുള്ള നിയമങ്ങളുണ്ടാക്കി, പല കാര്യങ്ങൾ ഇന്ന് ആൻറ്റി കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അത് എല്ലാം വിടുവിക്കപ്പെടേണ്ടതിന്, ഭാരതത്തെ വിടുവിക്കപ്പെടുവാൻ, കർത്താവിലേക്ക് നടത്തുവാൻ ഒരുക്കത്തോട് നമ്മൾ ആരാധിക്കണം. ശരിക്കും ഈ ഉണർവ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചുവരവാണ്. എവിടേക്കോ വീണ് കിടക്കുന്നതിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ്. നമ്മുടെ ജീവിതം എപ്പോഴും അങ്ങനെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ പ്രതികൂല അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്തെങ്കിലും പ്രതികൂലമായി കഴിയുമ്പോൾ നമ്മളെല്ലാം ഒന്ന് പരുങ്ങലിലാകുകയും നമ്മളൊന്ന് പരുങ്ങും. അന്നേരം അവിടെ ഒന്ന് വീണതുപോലെ പലപ്പോഴും ആകുന്ന അവസ്ഥ ഇന്ന് വിശ്വാസ സമൂഹത്തിലുണ്ട്. എന്നിട്ട് ഈ വീണിടത്തു നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു തിരിച്ചുവരവ്,
അല്ലെങ്കിൽ ഒരു ബന്ധം പുതുക്കല്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു സ്റ്റഡിനെസ്. ഭാരതം വിടുവിക്കപ്പെടുവാൻ ഒരുക്കത്തോടു കൂടി നാം ആരാധിക്കണം. ഉണർവെന്ന് പറഞ്ഞത് ഒരു തിരിച്ചുവരവാണ്, ഒരു ബന്ധം പുതുക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ടൈം, നമ്മുടെ റിസോഴ്സസ് എല്ലാം ഇതിനു വേണ്ടി ഷെയർ ചെയ്യപ്പെടണം. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ നാളിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു സ്ത്രീ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു പ്രായമുള്ള അമ്മച്ചി എന്നോട് പറയുകയാണ്, 2000 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ ആ വലിയ മഹത്വം നിങ്ങൾ ഞങ്ങളെ അറിയിക്കാതെ പോയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ അന്ധകാരത്തിൽ കഴിയുന്നത്. ഈ അടുത്ത കാലത്താണ് ചില ആളുകൾ വന്ന് ഞങ്ങളോട് പറഞ്ഞത്, ഇപ്പോഴും ആളുകൾ അന്ധകാരത്തിലും നിരാശയിലും നെടുവീർപ്പിലും കഴിയുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മറന്നുപോയി. അതുകൊണ്ട് ഈ ഭാരതം സുവിശേഷത്തിലേക്ക് വരണം. നമ്മൾ ചിലരൊക്കെ പറയും, ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് വിശ്വാസം നമ്മൾ വർദ്ധിക്കുകയാണ് ആവശ്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ശലോമോൻ്റെ പേര് പറയുന്നില്ല. ശലോമോൻ ദൈവത്തിന് കൊടുക്കുന്നവരായിരുന്നു. നാം ചെയ്യുന്നതൊക്കെ ഒരിക്കൽ അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നല്ലതായാലും തീയതായാലും അതൊക്കെ വെളിപ്പെട്ട് വരും. ആ സമയത്ത് അതിനൊക്കെ നമ്മളെ പ്രതിഫലമാകും. അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് ഒരു ഒരുക്കത്തോടു കൂടി പോകണം എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമത് ആരാധനയുമായിട്ട് ചേർന്ന് പറയാനായിട്ടുള്ളത് വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ആരാധനയായിരിക്കണം. വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനിഷൻ എൻ്റർലി ഡിഫറെൻ്റാണ്. വിശുദ്ധി എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് ആളുകൾ ചിന്തിക്കുന്ന എക്സ്റ്റേണലായിട്ടുള്ള വിശുദ്ധിയെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നീറ്റായി വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് ആരാധിക്കുന്ന കൂട്ടത്തിൽ അതൊരു മാനറാണ്, ഒരു മാനറിസമാണ്. സാറിന് നമ്മൾ ഓഫീസിൽ പോകുമ്പോഴും വേറൊരു ഫംഗ്ഷന് പോകുമ്പോഴും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു കാര്യമേ ഉള്ളൂ. അതല്ല വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിൻ്റെ യാഗമായി സമർപ്പിക്കുക എന്നുള്ളതാണ് വിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശുദ്ധിയുള്ള ആരാധനയായി നമ്മൾ സമർപ്പിക്കുക. ജീവനുള്ള യാഗമാണ്. നേരത്തെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന പഴയ നിയമത്തിൽ ആ മൃഗങ്ങളെ കൊന്നിട്ട് കൊടുക്കുന്ന യാഗമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ നിത്യജീവനുണ്ട്. ആ നിത്യജീവനോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കുക. പെർഫെക്റ്റ് സറണ്ടറാണ്. നമ്മൾ പവർ ഓഫ് ദ സറണ്ടേഡ് ലൈഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ ആരാധിക്കണം. പഴയ നിയമത്തിൽ ഇത്തിരി വിശുദ്ധിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പല യാഗങ്ങൾ, ഭോജനയാഗങ്ങൾ, അതിനകത്ത് പല നേരിയ മാവിൻ്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്, അപ്പത്തിൻ്റെ കാര്യവും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ തന്നെ 14 ദിവസം ഇടിച്ചുണ്ടാക്കുന്ന ഒലിവെണ്ണ ചില പ്രമാണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴേ ഈ വിശുദ്ധിക്ക് ഒരു പ്രമാണമേ ഉള്ളൂ. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ അവരാണ് ക്രിസ്തുവിനെ ആരാധിക്കേണ്ടത്. അവരാണ് ഒരുക്കത്തോടെ പോകുന്നത്. ഇനിയും അടുത്ത ഒരു വിശുദ്ധിയോടുകൂടിയുള്ള ആരാധന അത് ഏറ്റവും ആവശ്യമാണ്. അടുത്തത് ആരാധന വാങ്ങുന്നതല്ല, കൊടുക്കുന്നതാണ് ആരാധന. നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തോടു കൂടി ഒന്നും കയറി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കുക. അപ്പോഴും ബാക്കിയെല്ലാം തന്നെ ദൈവം ശരിയാക്കും. ഒരു കൂനിയായ സ്ത്രീ ആരാധനയ്ക്ക് കടന്നു വന്നു യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയുടെ കാലത്ത്. എന്നാൽ അവിടെ ഒന്നും സംഭവിച്ചില്ല. അനേകം വർഷത്തിൽ അവൾ കൂനിയായിരുന്നു. എന്നാൽ യേശു ആരാധനയിൽ വന്നപ്പോൾ അവളുടെ ഉണ്ടാക്കിയ ആ ഭൂതം അവളെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് യേശു ഉള്ള ആരാധനയിൽ യേശുവിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉള്ളതിനാൽ നമ്മളെ വിട്ടുകൊടുക്കുക, ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുക
അല്ലെങ്കിൽ ആരാധനയിൽ നമ്മളെ സമർപ്പിക്കുക എന്നുള്ളതാകുമ്പോൾ അവിടെ യേശുവിൻ്റെ വലിയ വലിയ വിടുതലുകൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാം. യേശുവിൻ്റെ പ്രസൻസ് വരുമ്പോഴേ പല കാര്യങ്ങളും ആരാധനയിൽ സംഭവിക്കും. ഈ ആരാധനയിൽ സംഭവിക്കുന്ന കാര്യമാണ്, ഒന്ന്, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. പലരും ഭൂതഗ്രസ്തരായി അല്ലെങ്കിൽ സാത്താൻ്റെ അടിമത്വത്തിൽ കെട്ടിലായി വരുന്നവരെ ആരാധനയിൽ അത് വിട്ടുപോകുന്നു എന്നേ കാണും. ആരാധനയിലുള്ള വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അതുകൊണ്ട് ആരാധനയാണ് ജീവിതം. ആരാധനയാണ് നമ്മുടെ ജീവിതം. യാഗമായി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആരാധന. ആരാധനയിലെ ദൈവ സാന്നിധ്യം അടുത്ത പോയിൻ്റാണ്. ആരാധനയിൽ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. എങ്ങനെയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൈയടിച്ച് പാടി ആനന്ദിക്കുവാനായി സാധ്യമായി. അന്നേരം അതെന്താണ് അവർ ചിന്തിക്കുന്നത്? അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ കൈയടിക്കുമ്പോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ ഹാർട്ടിന് നല്ലതെന്നാണ് പറയുന്നത്. നമ്മുടെ ചില അവയവങ്ങൾക്ക് നല്ല, കൈ അടിക്കുന്നത് നല്ലത് തന്നെയാണ്, ശരീരത്തിന് നല്ലൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തെ കൈത്താളങ്ങളോടുകൂടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അത് ചെയ്യുമോ, ഒരു കുഴപ്പമില്ല. അതിൽ സന്തോഷിച്ചോ, അതിൽ കുഴപ്പമില്ല. എന്നാൽ ആ ഇമോഷനെ ബേസ് ചെയ്തല്ല നമ്മുടെ ആരാധന. പിന്നെയോ സത്യത്തെ, ട്രൂത്തിനെ ബേസ് ചെയ്താണ് നമ്മുടെ ആരാധന. എന്താണ് സത്യം? യേശു, അതാണ് സത്യം. വചനം, അതാണ് സത്യം. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി സത്യമായി നമ്മുടെ ഇടയിൽ നമ്മളോട് കൂടെ. യേശു ആണ് സത്യം. അവൻ പറഞ്ഞ വചനങ്ങളാണ് സത്യം. അത് മനസ്സിലാക്കി വേണം നമ്മൾ ആരാധിക്കാൻ. ഫീലിങ്സ് വരാം, വരാതിരിക്കാം. പലരും പല രീതിയിലാണ്. ചിലർ ഭയങ്കര വികാര ജീവികളാണ്. അവർ തുള്ളും, അവർ പറയും, അന്യഭാഷയിൽ ആരാധിക്കും. ചില ആളുകൾ അങ്ങനെയല്ല, അനങ്ങാതിരുന്ന് ആരാധിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സത്യം മനസ്സിലാക്കിയാണ് ആരാധിക്കണം. സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെയുണ്ടെന്നുള്ള വലിയ പ്രോമിസ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ ആരാധന നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമനുസരിച്ചായിരിക്കും ആരാധന. നമ്മളൊരു ഇൻറ്റിമേറ്റ് റിലേഷൻ ആണെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് മാധുര്യം കൂടും. നമുക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ആരാധിക്കുക, അല്ലേ? ഭവനങ്ങളിൽ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധം, അതാണ് നമ്മൾ പറയപ്പെടുന്ന ഏറ്റവും വലിയ ബന്ധം. ഒരാൾ സ്നേഹിക്കുന്നു, മറ്റേ സബ്മിറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള വലിയ ബന്ധം. കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഫേസ്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, അതുപോലെയുള്ള ബന്ധം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹംബിൾ ചെയ്ത് അവനെ ആരാധിക്കുക. അവൻ നമ്മെ സ്നേഹിക്കുന്ന ആ ദൃഢമായ ബന്ധം, ആ സ്വീറ്റായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൽ ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ദൈവം പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുക. ഞാനങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങോ ഹംബിൾ ചെയ്ത് കൊടുക്കുക. ദൈവം പറയുന്നതെല്ലാം അതുപോലെ അങ്ങ് കേൾക്കുക. ദൈവം എന്ത് സ്നേഹമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിലെ ഭവനത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയായിരുന്നു, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നെന്നുള്ളതിന് തെളിവുകൾ പറയാം. ദൈവം എന്തോ സ്നേഹമാണ് കാണിക്കുന്നത്. മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ അടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ സ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദാമിനെ ഹവ്വായെ സ്നേഹിച്ച ആ സമയം തൊട്ട് ഇപ്പോഴും ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ കുരുത്തക്കേടുകളാണ് നിങ്ങൾ ഞാനും കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം നിങ്ങളെ കൈവിടാതെ, ഉപേക്ഷിക്കാതെ മോളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ദൈവം നിങ്ങളെ ഇപ്പോഴും വഴി നടത്തുന്നില്ലേ? നിങ്ങളെയൊക്കെ സൂക്ഷിക്കുന്നില്ലേ? പരിപാലിക്കുന്നില്ലേ? ഈ വലിയ ദൈവം, ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വലിയ നിത്യമായ സ്നേഹം. അതുകൊണ്ട് ആരാധനയിൽ നമ്മൾ ദൈവസാന്നിധ്യം തിരിച്ചറിയണം. ദൈവസാന്നിധ്യം ഇല്ലാതെ ഒരു ഉത്സവമൊന്നുമല്ല ആരാധന. പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഒരു ഉത്സവം, സെലിബ്രേഷൻ. ഇപ്പോഴത്തെ യങ് ജനറേഷനുള്ളൊരു കാര്യമാണ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞത്. അവരതിനകത്താണ് വിശ്വസിക്കുന്നത്. സെലിബ്രേഷൻ ഒരു സെലിബ്രേഷൻ അല്ല ആരാധന. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഒരു വിളിയോടുകൂടി, ഒരു ഒരുക്കത്തോടുകൂടി, ഒരു വിശുദ്ധിയോടുകൂടി, ഒരു നമ്മളെ തന്നെ ഓഫർ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തെ തന്നെ ഓഫർ ചെയ്യുന്ന
ഒരു ആരാധനയിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു വരും. ഒന്നുകൂടെ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഒരു വിളിയോടുകൂടി, ഒരു ഒരുക്കത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരു സാക്രിഫൈസായിട്ട് ജീവനുള്ള യാഗമായി ഓഫർ ചെയ്യുമ്പോഴേ, നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഓഫർ ചെയ്യുമ്പോഴേ ആരാധനയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും. അവിടെ തീയിറങ്ങും. അവിടെ ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുക്കും. ഈസാക്കിനെ ഞാൻ കഴിക്കുന്നത് ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുക്കും. അവിടെ തീയിറങ്ങും. അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധി, നിങ്ങളുടെ അശുദ്ധിയെല്ലാം വെളിപ്പെട്ട് കാണിച്ചു തരും ദൈവം. അതെല്ലാം തീ കൊണ്ട് തന്നെ കരിച്ചു കളയും. ഒരു ലെവൽ വെച്ച് നിങ്ങൾ വർദ്ധിക്കും. സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാവും. യേശുക്രിസ്തുവിൻ്റെ പ്രസൻസ് അവിടെ വരും. നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും. ഇതാണ് ആരാധന. ദാറ്റ് ഈസ് ദ പവർ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വർഷിപ്പ്. അത് ഞാനും ദൈവവുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അതനുസരിച്ചിരിക്കും. പാപം കയറി വലിച്ചു മുറുക്കി ഇരിക്കുന്ന ജീവിതത്തിൽ, സഹോദരനോട് ക്ഷമിക്കാതിരിക്കുന്ന ജീവിതത്തിൽ, എൻ്റെ ഉള്ളിലെ ഏറ്റുപറയാത്ത പാപങ്ങളിരിക്കുന്ന അവസരം, ശാപത്തിലെ കെട്ടുപിണഞ്ഞിരിക്കുമ്പോഴേ, സകല അമിക്കയറുകളാലും നിങ്ങളെ കെട്ടിയിട്ടിരിക്കുമ്പോഴേ ആരാധിക്കാൻ വേണ്ട രീതിയിൽ പറ്റുകയില്ല സഹോദരങ്ങളെ. അവിടെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ആരാധന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്ന ഒരു ഇൻസിഡൻ്റായി മാറിയില്ലെങ്കിൽ അവിടെ ആരാധനയിലൊരു ഡെലിവറൻസ് നിങ്ങൾ കാണുകയില്ല. നമ്മൾ ഒരുപാട് ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടാവും. ഒരുപാട് നൃത്തങ്ങളും കയ്യടികളും പാട്ടുകളും DJ മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് പലപ്പോഴും നിങ്ങൾ ഇമോഷണലായിട്ട് പല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ നിരാശയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. എന്താ കർത്താവേ, ഞാൻ ഇത്രയും ആരാധിച്ചിട്ട് ഇത്രയും ദൈവവചനം കേട്ടിട്ട് ഇതെന്നിൽ നിന്ന് വിട്ടുപോയില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ദൈവവുമായിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആരാധനയിലൊരു വിടുതൽ നിങ്ങൾക്ക് വരാതിരുന്നത്. അവിടെ നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ആരാധനയിലെ നീ എനിക്ക് വലിയൊരു വെളിപ്പാട് തരണമേ. ആരാധനയിലെ നീ എനിക്ക് വലിയൊരു റെവലേഷൻ എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് അടുത്ത എപ്പിസോഡിലെ ആരാധനയുള്ള വെളിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ കേൾക്കണം, ഇത് അറ്റൻഡ് ചെയ്യണം. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരാധന. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഇവിടെ മാത്രമല്ല ചെയ്യുന്നത്, സ്വർഗത്തിൽ പോയി നമ്മൾ ആരാധിക്കാനായിട്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണത അവിടെയാണ് കാണുന്നത്. സ്വർഗത്തിലാണ് ആരാധന കാണുന്നത്. നേരത്തെ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലുള്ള ആരാധന, സ്വർഗത്തിലുള്ള ആരാധന, അതിൻ്റെ ചില റിഹേഴ്സൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ നിങ്ങൾ എത്രയും ഇൻറ്റിമേറ്റായിട്ട് കർത്താവുമായിട്ട് റിലേഷനായിട്ടിരിക്കുമോ ആ സമയത്ത് ആരാധനയിൽ വലിയ വെളിപ്പാടുകളുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ ആരാധനയിൽ. കർത്താവെ, കൂനിയായ സ്ത്രീ എഴുന്നേറ്റ് നേരെ നോക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ ഒരു വിടുതൽ ആരാധനയിൽ വന്നു ചേരുവാനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നീയുമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വരുവാൻ സഹായിക്കണമേ. ആരാധനയ്ക്ക് ഞങ്ങൾക്കൊരു ഒരുക്കം തരണമേ. വിശുദ്ധിയോട് നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ നിൻ്റെ സന്നിധിയിൽ ഓഫർ ചെയ്യുന്ന ഒരു ആരാധന, അതാണ് വിശുദ്ധിയുള്ള ആരാധന. ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ആരാധന ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾക്ക് കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പല ആളുകൾ ഇത് കാണുന്നവർ പലതരമായിട്ടുള്ള രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ഡയബറ്റീസായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ചില വ്യക്തികൾ, അതുപോലെ ലിവർ ഫങ്ഷനിങ്ങുമായിട്ടുള്ള ചില പ്രയാസമുള്ള ചില വ്യക്തികൾ, ഹാർട്ടിൻ്റെ ഇഷ്യൂസുള്ള ചില വ്യക്തികൾ, ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നു, കാണുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവസന്നിധിയിലെ ഇൻറ്റിമേറ്റായിട്ട് നീയുമായിട്ടിരുന്ന് ആരാധിക്കുമ്പോഴേ അവിടെയൊക്കെ വലിയൊരു റിലീസ് അവരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളെയും വിടുവിക്കുന്ന ദൈവം കർത്താവേ, സകല രോഗങ്ങളെയും വിടുവിക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിലെ വലിയ ഒരു വിടുതൽ ഈ ദിവസങ്ങളിൽ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില വ്യക്തികളെ കുഞ്ഞുങ്ങളില്ലാതെ അനേകം നാളുകളായിട്ട്
ആകട്ടെ ബാരനായിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ ദിവസങ്ങളിൽ കർത്താവേ അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ആ കുടുംബങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഉത്തരം തരുന്ന ദൈവം, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യണം. ഇത് ആരാധനയുടെ ചില വെളിപ്പാടുകളാണ്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ആരാധനയിൽ കൂടിയുള്ള വെളിപ്പാടുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ പലപ്പോഴും ഈ ഇതുപോലുള്ള മെസ്സേജുകൾ ഞാൻ വിചാരിക്കുന്നു, കാരണം ഇതൊക്കെ ദൈവം പല കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നാണ്. അത് ഇത് നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയൊരു രൂപാന്തരം വരുത്തും എന്നുള്ളതിന് ഒരു 100% ഉറപ്പാണ്. അത് തർക്കമില്ലാത്തൊരു വിഷയമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, തുടർമാനമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിച്ചാൽ നന്നാണ്. ഒരു തംസപ്പ് എങ്കിലും ഇടുക. അത് നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുകയോ ചെയ്താൽ വോയിസ് മെസ്സേജ് ഇട്ടാലും മതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് പ്രയർ ടീമുണ്ട്. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് വിടുതൽ തന്നുവെന്ന് അനേകം ആളുകൾ ഷെയർ ചെയ്ത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യണം. ജൂൺ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവായിട്ട് നമുക്ക് രാത്രിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള സാവകാശം നമ്മൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.